crazy dictator. He's very strong, but I don't think he's stronger than the truth. അടച്ചുപൂട്ടിയ ജനലിന് പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം സ്വപ്നം കണ്ട ഒരു കൊച്ചുകുട്ടി. അവളാണ് യോൺമി പാർക്ക്. ഉത്തര കൊറിയയുടെ ഇരുണ്ട ഭരണം എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നത് വളരെ ചെറുപ്പത്തിലാണ്. പട്ടിണിയും ഭയവുമാണ് ഓരോ ഉത്തര കൊറിയക്കാരന്റെയും ജീവിതം. കിം ജോങ് ഉന്നിന്റെ ഭരണത്തിന് കീഴിൽ എല്ലാ സ്വപ്നങ്ങളും വിലക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധിയായി അവൾ വളർന്നു. യോൺമിയുടെ കുട്ടിക്കാലം ഭയത്തിൻ്റെതായിരുന്നു. വിശപ്പാണ് അവിടെ പ്രധാന ശത്രു. ഭക്ഷണം കിട്ടാതെ ആളുകൾ തെരുവിൽ മരിച്ചു വീഴുന്നത് അവൾ കണ്ടു. ഒരു ദിവസം ഹോളിവുഡ് സിനിമ കണ്ടതിന് അവളുടെ കൂട്ടുകാരിയുടെ അമ്മയെ സർക്കാർ പരസ്യമായി വധിച്ചു. ഇതൊക്കെ കണ്ടാണ് യോൺമി വളർന്നത്. അവൾക്കൊരു കാര്യം മനസ്സിലായി: ഇവിടെ ജീവിച്ചാൽ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ടാവില്ല. അങ്ങനെ 13-ാം വയസ്സിൽ തന്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ മരണത്തോട് മല്ലിട്ട് ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ആ യാത്ര എളുപ്പമായിരുന്നില്ല. ചൈന അതിർത്തി കടന്നു പോകുമ്പോൾ യോൺമി പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു. പക്ഷെ മനസ്സ് തളർത്താതെ അവർ മുന്നോട്ട് പോയി. ഉത്തര കൊറിയൻ അതിർത്തി കടന്ന് ചൈനയിലെത്തിയെങ്കിലും അവരുടെ ദുരിതങ്ങൾ അവസാനിച്ചില്ല. താൻ രക്ഷപ്പെട്ടുവെന്ന് കരുതിയ നിമിഷം അവൾക്ക് മനസ്സിലായി താൻ അടിമത്തത്തിൽ നിന്നും മറ്റൊരടിമത്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന്. അവിടെ ഒരുപാട് നോർത്ത് കൊറിയക്കാർ തടവിലാക്കപ്പെട്ടിരുന്നു. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് മംഗോളിയയിലെ ഗോബി മരുഭൂമിയിലൂടെ അവർ നടന്നു. ശൈത്യകാലത്തെ കൊടും തണുപ്പും വിശപ്പും അവരെ തളർത്തി. മരുഭൂമിയിലൂടെ നടന്ന് ഒടുവിൽ ദക്ഷിണ കൊറിയയിലേക്ക് അവരെത്തി. താൻ എന്നും സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം അവൾ അനുഭവിച്ചു. ഒരു മനുഷ്യന് എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് പറയണം എന്നൊക്കെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അവൾ ലോകത്തിനു മുന്നിൽ ഒരുപാട് ഉത്തര കൊറിയക്കാരുടെ പ്രതിനിധിയാണ്. തന്റെ രാജ്യത്തെ ദുരിതങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. യോൺമി പാർക്കിന്റെ ഈ കഥ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. ഇനിയൊരു ചോദ്യം: ലോകത്ത് ഏറ്റവുമധികം ആളുകൾക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ്. എന്നാൽ ഉത്തര കൊറിയയിൽ നിന്നും രക്ഷപ്പെട്ട് ചൈനയിലേക്ക് വരുന്നവരെ ചൈനീസ് സർക്കാർ തടഞ്ഞുവെച്ച് അവരെ വീണ്ടും ഉത്തര കൊറിയയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് എന്തുകൊണ്ടാണ്? I think it's wonderful that we care about climate change, animal rights, gender equality, all of these things. The fact that we care about animals' rights, that means that's how beautiful our heart is, that we care about someone who cannot speak for themselves. And North Koreans right now cannot speak for themselves. യോനി പാർക്കിനെ കുറിച്ചും നോർത്ത് കൊറിയയെ കുറിച്ചുമുള്ള അറിയാ കഥകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.